ഹായ് ഡിയർ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. അപ്പോൾ നമ്മളുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ട് ഒരു ചെറിയൊരു വ്ളോഗായിട്ട് തന്നെയാണ് ഇന്ന് നമ്മൾ നിങ്ങളെ കൊണ്ടുപോകുന്നത് ബേക്കൽ കോട്ടയിലേക്കാണ് കേട്ടോ. അപ്പോൾ കാസർഗോഡ് ഉള്ള കാനങ്ങാടിൻ്റെ അടുത്ത് ഏകദേശം ഒരു 8 കിലോമീറ്റർ അടുത്തായിട്ടുള്ള ഒരു കോട്ടയാണ് ബേക്കൽ കോട്ട. അപ്പോൾ ഒട്ടുമിക്ക എല്ലാവർക്കും അറിയുന്നത് തന്നെ ആയിരിക്കും. അപ്പോൾ ഈ ഒരു ട്രിപ്പ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എപ്പോഴും പറയുന്ന പോലെ പ്ലാൻഡൊന്നും അല്ലായിരുന്നു. നമ്മൾ ഇവിടെ അടുത്തുള്ളൊരു പള്ളിയിലേക്കായിരുന്നു കേട്ടോ യാത്ര. അപ്പം ആ വഴി തന്നെ ഇവിടെ ബേക്കൽ കോട്ട എന്ന് പറഞ്ഞിട്ട് അവിടെ എയറോ കണ്ടപ്പം ഞാൻ പഴയകാലമൊക്കെ ഓർത്തു. ഞാൻ ഏകദേശം ഒരു 7th പഠിക്കുമ്പോഴാണ് കേട്ടോ ഇവിടെ ലാസ്റ്റായിട്ട് വന്നിട്ടുണ്ടായത്. അപ്പം മക്കളൊന്നും അതും വന്നിട്ടില്ല. അപ്പം നമ്മൾ എന്തായാലും ഇങ്ങോട്ടേക്കൊന്ന് പോകാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെയാണ് നമ്മൾ പെട്ടെന്ന് ഇവിടെ കയറിയത്. അപ്പോൾ ഒരുപാട് പ്രത്യേകതയുള്ള ഈ ഒരു കോട്ട കുട്ടികളും കൂടി കാണാമെന്ന് ചോദിച്ചിട്ട് നമ്മൾ ഇങ്ങോട്ടേക്ക് കയറിയിട്ടുണ്ട് കേട്ടോ. അപ്പം ചെറിയൊരു നോമിനൽ എൻട്രൻസ് ഫീ ആണ് ഇവിടെ ഉണ്ടായിട്ടുള്ളത്. പക്ഷേ മുന്നേ നല്ല തിരക്കുണ്ടായിരുന്നു. നമ്മൾ ആ ഒരു സ്കൂളിൻ്റെ ഒരു ട്രിപ്പായിട്ടാണ് കേട്ടോ നമ്മളിവിടെ വന്നിട്ടുണ്ടായത്. അപ്പം മുന്നേ വരുമ്പോൾ നല്ല തിരക്ക് തന്നെയായിരുന്നു. ചിലപ്പോൾ ആ ഒരു സീസൺ ടൈം അങ്ങനെ മറ്റായിരിക്കും. പക്ഷേ ഈ ഒരു പ്രാവശ്യം വന്നപ്പോൾ അധികം തിരക്കൊന്നും ഉണ്ടായില്ല. അതുകൊണ്ട് തന്നെ എല്ലാം നല്ല രീതിയിൽ തന്നെ നമുക്ക് കണ്ടു പോകാനൊക്കെ പറ്റും കേട്ടോ. 17ാം നൂറ്റാണ്ടിൽ ഉണ്ടാക്കിയ ഒരു കോട്ടയാണ് കേട്ടോ ഇത് സ്ഥിതി ചെയ്യുന്നത് നമ്മുടെ കാസർഗോഡിൻ്റെ അടുത്താണ്. ഈ അറബിക്കടലിൻ്റെ തൊട്ട് അടുത്തായിട്ടുള്ള ഒരു കോട്ടയാണിത്. അപ്പം കേരളത്തിൽ തന്നെ ഏറ്റവും വലിയൊരു കോട്ടയായിട്ടാണ് ഇത് അറിയപ്പെടുന്നത്. പണ്ട് കാലത്തെ കോലത്തേരി രാജാക്കന്മാരുടെ സമയത്താണ് കേട്ടോ ഈ ഒരു കോട്ട നിർമ്മിച്ചിട്ടുണ്ടായത്. ഏകദേശം 1650 കാലഘട്ടത്തിലാണ് ഇത് ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു കോട്ടയുടെ പ്രത്യേകത എന്ന് വെച്ചാൽ ഏകദേശം 35 ഏക്കറിലാണ് ഇത് മൊത്തമായിട്ട് നീണ്ട് വെറുതെ കിടക്കുന്നതെന്ന് പറയേണ്ടി വരും. അത്രയും സ്ഥലമുണ്ട് ഇതിന്. അതുപോലെ ഇതിൻ്റെ വേറൊരു പ്രത്യേകത എന്ന് വെച്ചാൽ ഇത് മൊത്തമായിട്ട് ചെങ്കല്ല് കൊണ്ടാണ് കേട്ടോ നിർമ്മിച്ചിരിക്കുന്നത്. അതുപോലെ ഇത് 300 അടി പൊക്കത്തിൽ ഒരു കുന്നിൻ്റെ മുകളിലാണ് ഈ ഒരു കോട്ട സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെ ഏകദേശം എല്ലാ ഭാഗവും തന്നെ ഇത് കടലിൻ്റെ അടുത്തായിട്ടാണ് ഉള്ളത്. ഒരുപാട് സൗകര്യങ്ങളോടുകൂടി തീർത്തിട്ടുള്ള ഒരു കോട്ടയാണ് കേട്ടോ ഈ ഒരു ബേക്കൽ കോട്ട എന്ന് പറയുന്നത്. അപ്പോൾ പണ്ട് കാലത്ത് ആവശ്യമായിട്ടുള്ള എല്ലാ മാതിരി സൗകര്യങ്ങളും ഇതിൽ അവർ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എന്തായാലും നമുക്ക് ഈ കോട്ടയ്ക്ക് ഒന്ന് കറങ്ങി കണ്ടുവരാം. അപ്പം ആദ്യമായിട്ട് എൻ്റെ ഈ വീഡിയോ എൻ്റെ ഈ ചാനൽ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ഒന്ന് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. എൻ്റെ ഈ ചാനലിൽ വേറെയും നല്ല വ്ളോഗ്സും അതുപോലെ വീഡിയോസൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് കണ്ടു നോക്കാം. എനിക്ക് ഇഷ്ടമാണെങ്കിൽ എന്തായാലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതിൻ്റെ അടുത്തായിട്ടുള്ള ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യുക. എന്നാലേ എൻ്റെ അടുത്ത വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ എനിക്ക് ലഭിക്കുകയുള്ളൂ. അപ്പോൾ എന്തായാലും നമുക്കൊന്ന് വീഡിയോ ഫുള്ളായിട്ട് കാണാം കേട്ടോ. ആരും സ്കിപ്പ് ചെയ്യാതെ കാണണേ. ഇപ്പോൾ ഈ ഒരു കോട്ടയിൽ ഒരുപാട് അറകളും തുരങ്കങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ അതിലൊന്നാണ് ഇപ്പോൾ നമ്മൾ കണ്ടത്. അപ്പോൾ അവിടേക്കുള്ള വഴിയൊക്കെ ഇവിടെ ക്ലോസ് ചെയ്തിട്ടുള്ളത് സെക്യൂരിറ്റി റീസൺ ആവാം. അപ്പോൾ ഈ ഒരു കോട്ടയുടെ മെയിൻ ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഈ ഒരു മധ്യഭാഗത്തായിട്ടുള്ള ഇതിൻ്റെ നിരീക്ഷണ ഗോപുരം തന്നെയാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു എന്താണ് പറയേണ്ടത് നല്ലൊരു സ്ലോപ്പ് തന്നെയാണ് നമ്മൾ കയറിപ്പോണ്ടത്. അപ്പോൾ ഇത് പണ്ട് കാലത്ത് പട്ടാളക്കാർക്കുള്ള സൗകര്യത്തിന് വേണ്ടിയിട്ടാണ് ഈ ഒരു സ്ലോപ്പ് ഉണ്ടാക്കിയിട്ടുള്ളത്. പീരങ്കികളും മറ്റും കൊണ്ടുവരാനുള്ള ഒരു എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് ഇവർ ഇത്രയും വലിയൊരു സ്ലോപ്പ് ആക്കിയിട്ടുള്ളത്. പക്ഷെ നല്ലൊരു സ്ലോപ്പ് തന്നെയായിരുന്നു. കയറിക്കേണ്ടത് ശരിക്കും നമുക്ക് കാലിൻ്റെ മുട്ട് വേദനയുള്ള ആൾക്കൊന്നും കയറാൻ പറ്റില്ല എന്ന് പറഞ്ഞ പോലത്തെ ഒരു സ്ലോപ്പ് തന്നെയാണ് കേട്ടോ. അപ്പോൾ ഇവിടുന്ന് നല്ലൊരു വ്യൂ തന്നെയാണ്. അതുപോലെ നല്ല കാറ്റും നമുക്ക് കിട്ടും. ഇതിൻ്റെ ചുറ്റുവട്ടത്ത് നിങ്ങൾക്ക് നോക്കിയാൽ കാണാം അറബിക്കടലിനോട് അടുത്താണ് ഈ ഒരു കോട്ട സ്ഥിതി ചെയ്യുന്നത്. ശരിക്കും നല്ലൊരു വ്യൂ തന്നെയായിരുന്നു കേട്ടോ ഇവിടെ. അപ്പോൾ ഞങ്ങൾ അവിടെ പോയ സമയത്ത് വേറൊരു യൂട്യൂബറും കൂടി ഉണ്ടായിരുന്നു. എനിക്കൊന്ന് നോർത്തുനിന്ന് ഇവിടുന്ന് വന്ന ഒരു യൂട്യൂബറായിരുന്നു. പുള്ളിക്കാരിയും ഇങ്ങനെ വീഡിയോ ഒക്കെ പിടിക്കുന്നുണ്ടായിരുന്നു. പക്ഷെ അവരുടെ ഒരു പ്രൈവസി നമ്മൾ മാനിക്കണമല്ലോ. അതുകൊണ്ട് തന്നെ അധികം അങ്ങോട്ടൊന്നും എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയില്ല കേട്ടോ. അവർ എനിക്ക് തോന്നുന്നു കുറച്ച് കൂടുതൽ സബ്സ്ക്രൈബേഴ്സൊക്കെ ഉള്ള ഒരു യൂട്യൂബർ ആയിരിക്കണം. വീഡിയോഗ്രാഫറും ഫോട്ടോഗ്രാഫറും അങ്ങനെ ഒരു 4-5 അംഗ ആൾക്കാരായിട്ട് വന്ന് എടുക്കുന്നതായിരുന്നു കേട്ടോ വീഡിയോ. അപ്പോൾ എന്തായാലും നമ്മൾ അവിടുന്ന് താഴേക്ക് ഇറങ്ങി. നമ്മൾ പോയൊരു സമയം തെറ്റിപ്പോയി. നല്ല ചൂടുള്ള ഒരു ദിവസമായിരുന്നു കേട്ടോ നമ്മളിങ്ങോട്ട് പോയത്. അതുപോലെ ഒരുപാട് ഇത് നടന്ന് കാണാനുമുണ്ട്. നമ്മൾ ഒരു പള്ളിയിലേക്കാണല്ലോ ഞാൻ പോയത്. അപ്പം അവിടേക്കും കൂടി എത്താനുള്ളതുകൊണ്ട് നമ്മൾ നല്ല നടത്തം തന്നെയായിരുന്നു കേട്ടോ. സ്പീഡിലാണ് നമ്മൾ കണ്ടു തീർത്തത് ഒട്ടുമിക്ക എല്ലാ ഇടങ്ങളും. അപ്പം നിങ്ങൾക്ക് കാണാം നല്ലോണം തന്നെ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. പക്ഷേ എനിക്ക് തോന്നുന്നു കുറച്ചും കൂടി ഇവർ എഫേർട്ട് എടുത്തിട്ടുണ്ടെങ്കിൽ കുറച്ചും കൂടി ബെറ്റർ ആയതിന്. ടൂറിസ്റ്റ് ലൊക്കേഷനായിട്ട് ഓൾറെഡി ടൂറിസ്റ്റൊക്കെ വരുന്ന സ്ഥലമാണ്, എന്നാലും ആൾക്കാർ കുറവാണെന്ന് തോന്നുന്നുണ്ട്. കുറച്ചും കൂടി എഫേർട്ട് എടുത്തിട്ട് വേറെ ഗൈഡും മറ്റും ഒക്കെ ആക്കിയിട്ട് അവർ സെറ്റ് ചെയ്യുകയാണെങ്കിൽ ശരിക്കും
കുറച്ചും കൂടി ബെറ്റർ ആയിരുന്നു ഇവിടെ. ഇത് ഇവിടുത്തെ ഒരു ജലസംഭരണിയാണെന്ന് തോന്നുന്നുണ്ട്, അല്ല എന്തെങ്കിലും അറകളാണെന്ന് അറിയത്തില്ല. ക്ലോസ്ഡ് ആയിരുന്നു കേട്ടോ. പണ്ടത്തെ രാജാക്കന്മാരിൽ നിന്ന് പിന്നെ ടിപ്പു സുൽത്താൻ്റെ കയ്യിലാണ് ഈ ഒരു കോട്ട ഉണ്ടായിരുന്നത്. പിന്നെ കുറച്ച് വർഷങ്ങൾക്ക് ശേഷം ഈ ബ്രിട്ടീഷ് സാമ്രാജ്യത്തിൻ്റെ അണ്ടറിലും വന്നു കേട്ടോ ഈ ഒരു കോട്ട. അപ്പം അവരായിരുന്നു ഇതിനെ പിന്നെ ബാക്കിയുള്ള എന്താണ് പറയുക ഡെവലപ്മെൻറ്റ്സ് ഒക്കെ ഉണ്ടാക്കിയിട്ടുള്ളത്. ഇവിടെ ഒരുപാട് കാലം അവരുടെ അണ്ടറിൽ ഉണ്ടായ ഒരു കോട്ടയാണ് കേട്ടോ ഇത്. ഇപ്പോൾ ഈ ഒരു കോട്ടയുള്ളത് നമ്മളുടെ ഇന്ത്യൻ ആർക്കിയോളജിക്കൽ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ അണ്ടറിലാണ്. ഇതിൻ്റെ മെയിൻ്റനൻസും ഒക്കെ അവർ നന്നായി തന്നെ ചെയ്തു പോകുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇപ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് ഷൂട്ടിങ്ങിനും മറ്റും ലൊക്കേഷനായിട്ട് ഈ ഒരു ബേക്കൽ കോട്ട യൂസ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കുറച്ച് കാലങ്ങൾക്ക് മുന്നേ വന്ന് ആ ഒരു ബോംബെ എന്ന് പറഞ്ഞ ഫിലിമിൻ്റെ ആ ഒരു സോങ്ങിൻ്റെ ഇതിലും മൊത്തമായിട്ട് ഈ ബേക്കൽ കോട്ടയിൽ നിന്നിട്ട് ഷൂട്ട് ചെയ്തിട്ടുണ്ടായത്. അപ്പോൾ എന്തായാലും ചെറിയൊരു വീഡിയോയിൽ നമ്മൾ കുറച്ചെങ്കിലും ഈ ഒരു ബേക്കൽ കോട്ടയും അതിൻ്റെ ഇതിഹാസമൊക്കെ ഉൾക്കൊള്ളിച്ചെന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും ഫീഡ്ബാക്സൊക്കെ അറിയിക്കുക കേട്ടോ. കമൻറ്റ്സ് അറിയിക്കാൻ മറക്കരുത്. ഇൻഷാ അല്ലാ ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് വരാം. ഇതിലും ബെറ്റർ ആയിട്ടുള്ള നല്ലൊരു ലൊക്കേഷനായിട്ടോ അല്ലെങ്കിൽ നല്ലൊരു കുക്കിംഗ് വീഡിയോ ആയിട്ട് കാണും. അപ്പോൾ അതുവരെ താങ്ക് യു ഫോർ വാച്ചിങ്.